ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അതെ അതെ ഉറപ്പാ. പക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ ആ 4B ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് പഠിച്ച കുട്ടികൾ പറയുകയാണ്. അതെ, ഇവിടെ വന്നപ്പോൾ നമ്മൾ പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല. ഇത് HMന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് HMന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്തിന് അറിയില്ല, നമ്മൾ ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല കെട്ടിടത്തിന്. ഈ കെട്ടിടത്തിൽ ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ബെഞ്ചും ഡെസ്കും ഒക്കെ എടുത്തു മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഒളിപ്പിക്കാനുള്ള ഒരു ജാഗ്രത അതാണ് അവിടെ ഉണ്ടായത്. ആ ജാഗ്രത ഈ കെട്ടിടം പുതുക്കി പണിയുന്നതിൽ, പ്രവർത്തനം മാറ്റുന്നതിലൊക്കെ കാണിക്കേണ്ടതായിരുന്നില്ലേ? നിയമപരമായി നീങ്ങേണ്ടതല്ലേ ഈ വിഷയത്തിൽ? പഞ്ചായത്ത് അതിന് മുൻകൈ എടുക്കുമോ? അതെ അല്ല, നമ്മുടെ കെട്ടിടം പണി പൂർത്തിയായി. കഴിഞ്ഞ കളക്ടർക്ക് വരെ ഇവിടുത്തെ SMC ചെയർമാനെ HMോട് ചേർന്ന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കെട്ടിടം ഫിറ്റ്നസ് കിട്ടിയിട്ടില്ലെന്നും പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമുക്ക് കെട്ടിടം നമ്മുടെ കൈമാറി തന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് കൈമാറി കുട്ടികളെ അങ്ങോട്ട് ഇരുത്തണമെന്നും പറഞ്ഞിട്ട് കളക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് HM. അപ്പോൾ പുതിയ കെട്ടിടമാകാതെ ഈ 1.5 മാസമായി അപ്പോൾ ക്ലാസ് നടക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ഈ പൊളിഞ്ഞിളകി കിടക്കുന്നതിന്റെ തൊട്ട് പിന്നിലത്തെ ക്ലാസ് മുറി 4B ആണ്. ആ ക്ലാസ്സിലടക്കം കുട്ടികൾ ഇരുന്ന് പഠിക്കുകയായിരുന്നല്ലോ. ആ കുട്ടികളെ മാറ്റാതെ ആ കെട്ടിടത്തിലുള്ള കുട്ടികളെ ഒന്നും മാറ്റിയിട്ടില്ല എന്നതപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല ഇത് ഇത് 4Bനൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട് അത് നേരത്തെ ആണോ നമുക്കറിയാൻ പറ്റുന്നില്ല. നമ്മൾ HMന്റെ ഇടയ്ക്ക് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് HMന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അവിടെ ക്ലാസ് നടന്നിരുന്നുവെന്ന് കണ്ടെത്തിയാൽ അടുത്ത നീക്കം എന്താണ്? അവിടെ ക്ലാസ്സിലിരുന്ന കുട്ടികളൊക്കെ പറയുന്നത് അവിടെയായിരുന്നു ക്ലാസ് എന്നാണ്. നമ്മളിപ്പോൾ കളക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, അടിയന്തരമായിട്ട് ഇങ്ങോട്ട് നീക്കാനായിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ പുതിയ ക്ലാസ് റൂമിലോട്ട് ആക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 1.5 മാസം അപ്പോൾ ഈ പഠിപ്പിച്ചതിന് അപ്പോൾ നടപടിയൊന്നുമില്ലേ? 1.5 മാസം ഫിറ്റ്നസ് ഇല്ലാത്ത ഈ ക്ലാസ് മുറിയിൽ ഇരുത്തി പഠിപ്പിച്ചതിന് അപ്പോൾ നടപടി വേണ്ടേ? അത് HM ആണ്. നമ്മൾ പഞ്ചായത്തിന് നമുക്ക് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല, HMന്റെ ഉത്തരവാദിത്തമാണത്. HM ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളൊക്കെ ഇടപെടേണ്ടതല്ലേ ശ്രീമതി പത്മശ്രീ? അല്ല, നമ്മുടെ SMC നമ്മുടെ മീറ്റിംഗ് കൂടുമ്പോൾ നമ്മുടെ SMCയിൽ ഈ കെട്ടിടം ഉപയോഗശൂന്യമാണെന്നും അവിടെ കുട്ടികളെ ഇരുത്താൻ പറ്റത്തില്ലെന്നും അടിയന്തരമായിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് ആ കെട്ടിടം നമുക്ക് തുറന്നു തരാനായിട്ട് പറഞ്ഞ് നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരാഴ്ച കൊണ്ട് നിർത്താതെ പെയ്യുന്ന മഴയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശരി, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീയാണ് നമുക്കൊപ്പം ചേർന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല, കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നത് വ്യക്തമാണ്. ഈ വർഷം ഫിറ്റ്നസ് നൽകിയിട്ടില്ല. ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ അധ്യയന വർഷത്തിലെ 50 ദിവസങ്ങൾ ജൂൺ 1 മുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ക്ലാസ് ഉണ്ടായിരുന്ന ഒരു 30 ദിവസം 35 ദിവസമെങ്കിലും കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്, ഈ ക്ലാസ് മുറികളിൽ ഇരുന്നിട്ടുണ്ട്. അത് ആര് ഉത്തരവാദിത്തം പറയും? വലിയൊരു മഴയാണ് പെയ്തിരുന്നതെങ്കിൽ, കുഞ്ഞുങ്ങൾ ക്ലാസ് മുറിയിലുള്ള ദിവസമാണ് ഈ തകർന്നു വീഴൽ ഉണ്ടായിരുന്നതെങ്കിൽ ആ വരാന്തയിലൂടെയൊക്കെ ഓടിക്കളിക്കുമല്ലോ. ചെറിയ കുട്ടികളാണ്, ചെറിയ ക്ലാസ് മുറിയാണ്, 4B ആണ്. എപ്പോഴും കുട്ടികൾ ക്ലാസ് മുറിക്കുള്ളിൽ തന്നെ ആകണമെന്നില്ല. ആ ക്ലാസ് മുറിയും അപകടാവസ്ഥയിലാണോ എന്നതുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പ്രധാന അധ്യാപകനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നത്. ഉത്തരവാദിത്തം പ്രധാന അധ്യാപകനാണ് എന്നതിൽ ഒക്കൽ പഞ്ചായത്ത് ഉറപ്പിച്ച് നിർത്തുകയാണ്. പക്ഷേ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിൽ കഴിഞ്ഞ 40 ദിവസം അധ്യയനം നടന്നത് അറിഞ്ഞിട്ടില്ല എന്ന വാദം എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നതുകൂടി അറിയണം.